ഹലോ ഹലോ. ഷൈനി, 2 മാസം കഴിഞ്ഞാൽ ഷൈനി ലോൺ അടക്കില്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു ഷൈനി സ്വന്തം ഭർത്താവിന്റെ വീട്ടിലായിരുന്ന സമയത്ത് ഭർത്താവിന്റെ വീട്ടുകാർക്ക് വേണ്ടി അവരുടെ ആവശ്യപ്രകാരം കുടുംബശ്രീയിൽ നിന്നും 3 ലക്ഷം രൂപ ലോൺ എടുക്കുകയും പിന്നീട് പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയതിനു ശേഷം ഈ ഭർത്താവിന്റെ വീട്ടുകാർ അത് അടയ്ക്കുവാൻ തയ്യാറായില്ല എന്നുള്ള കാര്യവും. ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ നിലവില് കേസ് പോലീസിന്റെ കയ്യിലാണ് ഉള്ളത്. പോലീസുകാരാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയും വെറും ആരോപണങ്ങളായിട്ട് നിന്നാൽ മാത്രം പോരാ, ഇതിനൊക്കെയും തെളിവുകൾ വേണം. അപ്പോഴാണ് ഈ കുടുംബശ്രീയിലെ ഒരു അംഗം ഷൈനിയെ വിളിച്ച് ഈ ലോണിന്റെ കാര്യം സംസാരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. ഹലോ ഷൈനി, 2 മാസം കഴിഞ്ഞാൽ ഷൈനി ലോൺ അടക്കില്ലേ? ഹലോ നോബി വരാൻ എന്തെങ്കിലും നടക്കുവോ ചോദിച്ചാൽ നോബിയുടെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കേസ് നടക്കുമല്ലോ, അത് കഴിയുമ്പോൾ തരാന്നാ പറഞ്ഞത്. അപ്പൊ ഈ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലേ? ലോൺ ഇനി എത്ര നാളെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതിനടുത്ത് അടയ്ക്കണം. ഇതിനടുത്ത് അടയ്ക്കാനും പറ്റത്തില്ല, പൈസയൊക്കെ തീർന്നില്ലേ? അന്ന് ചേച്ചി പറഞ്ഞ മറ്റേ ഇതെങ്ങാണ്ട് എനിക്ക് വേണ്ടി അത് ഫോൺ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് അടിച്ചാമെന്നല്ലേ എന്ന് പറഞ്ഞേ. അപ്പൊ ഞങ്ങളത് ചോദിച്ചപ്പോ അവര് സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഇനി എന്താ ചെയ്യാ? നിങ്ങളെ മമ്മിയോട് ചോദിച്ചിട്ട് മമ്മിക്ക് അവിടെ ഒന്നും ആവശ്യത്തിനല്ല എടുത്തേക്കണത്, ഷൈനിയുടെ അച്ഛന് വേണ്ടിട്ട് എടുത്തതെന്ന് പറഞ്ഞു. അച്ഛനോട് ചാവാൻ കിടക്കുമല്ലോ, അച്ഛനെ എടുത്തു. അങ്ങനെ എടുത്തെന്നാ അവര് പറഞ്ഞത് ഞങ്ങളോട്. അവർക്ക് വേണ്ടിട്ടൊന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാ ചെയ്യും? നോബി എന്നോ തന്നെ ഒരു പിടുത്തമില്ല. ഇപ്പൊ ഒരു നോട്ടീസ് വീട്ടിട്ട് തിരിച്ചു വിട്ടവര്. ഇനി അടുത്ത മാസം 14-ാം തീയതി ഒരെണ്ണം വിട്ടേക്കുന്നത്. തോമസ് ചേട്ടനെ വിളിച്ചു നോക്കി നോബീനെ, പക്ഷെ കോൾ എടുക്കുന്നില്ല. ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ ഇപ്പൊ ഇടയ്ക്ക് പിള്ളേരെ വിളിക്കാറുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ അതിനോട് പറഞ്ഞത് കേസ് നടക്കുമല്ലേ, അത് കഴിയുമ്പത്തേ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അതുവരെ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലേ? ലോൺ ഇപ്പൊ തീരാവുന്ന രീതിയിലായിട്ടുണ്ട്. അത് അടച്ചു തീർന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ലോണും കിട്ടത്തില്ല. എന്താ ചെയ്യാം? എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവസ്ഥയിലേക്ക്. ഞാനിപ്പോ അത് മുഴുവൻ അടച്ചു കഴിയുമ്പത്തേ അവര് പിന്നെ പറയല്ലേ, നിന്റെ അവസ്ഥ തന്നെ എടുത്തെന്നല്ലേ അവര് പറയുള്ളൂ. ഞാൻ എടുത്തോണ്ട് പോകുന്നല്ലേ പറയൂ. എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇനി അവരുടെ വീട്ടിൽ പോയിരിക്കേണ്ടി വരുമോ? പോലീസുകാരെന്നാന്ന് പറഞ്ഞു? പോലീസുകാരെന്നാ പറയുന്നത്? പോലീസുകാരിപ്പോ വക്കീലാണെങ്കിൽ എന്നോട് പറഞ്ഞു, നീ ഇതായിട്ട് പറ, അല്ലാതെ ഇപ്പൊ നീ ഇപ്പൊ എടുത്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിന്റെ ഉണ്ടെന്ന് ചോദിക്കുന്നത് എടുത്ത് കൊടുക്കാനായിട്ട്. അതിപ്പം ഇത് കേസിന്റെ വരുമ്പോ എന്തായാലും പൈസ മേടിച്ചു തരും വക്കീല്. അന്നേരം കൊടുക്കാന്ന് പറയാൻ അവര് പറയുന്നത്. എന്ത് ചെയ്യുമെന്ന് പറക്കേ? എല്ലാവരും വഴക്കുണ്ടാക്കിയ കുടുംബശ്രീ കിടന്നുണ്ട്, പെണ്ണുങ്ങളെല്ലാം എടുക്കാൻ പറ്റത്തില്ല, പൈസ അടയ്ക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞോണ്ട്. എന്ത് ചെയ്യും നീ? അത് ശരിയല്ലേ? നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് പൈസ എടുത്ത് അടച്ചടച്ച് ഗ്രൂപ്പിൽ ലോൺ കൊടുക്കാനില്ലല്ലോ. ശരിയായി. അവനവന്റെ ഒരു ഇത് വരുമ്പോഴല്ലേ അവനത് മനസ്സിലാവുള്ളൂ. നമുക്ക് വന്നു കഴിയുമ്പോ നമ്മള് എന്ത് ചെയ്യണം നമുക്ക് ഇത് ചെയ്തല്ലോ. അവനവന് ആ ഒരു അവസ്ഥ വരുമ്പോഴേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാ ചെയ്യണമെന്ന്. ഇപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിക്കുന്നത്. അത് എന്റെ ആവശ്യത്തിന് എന്റെ വീടോട്ട് കൊണ്ടുവന്നാണ് പിന്നെ ആങ്ങളമാരെത്തത് അടച്ചു തീർക്കും. അവന്മാരത് അടച്ചു തീർത്തിട്ട് ചെയ്യും. ഇതിപ്പോ എന്റെ ആവശ്യത്തിന് അവിടുന്ന് ഞാൻ കൊണ്ടുവന്ന സാധനമല്ല, അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ എടുത്തതല്ലേ. നോബീനെ കൊണ്ട് ഒപ്പിടിക്കേണ്ടതായിരുന്നു. ഇരിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളത് ചെയ്തില്ല, നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്തില്ല. അതിപ്പോ നമ്മുടെ വിളവ് പറ്റിപ്പോയി. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. നോബി ഒന്ന് വന്നു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോയനായിരുന്നു. വന്നു കിട്ടിയിരുന്ന വരിയല്ല കൊണ്ട് അവിടെ നിൽക്കുമല്ലേ, വരിയല്ല. ഇപ്പൊ ഇന്നാളാണേലും 1 മാസം അവധിക്ക് നാത്തിന്റെ അടുത്ത് പോയി നിൽക്കുമല്ലേ 1 മാസം. എന്നിട്ട് പിന്നെ പുള്ളി തിരിച്ച് ജോലിക്ക് കയറുമല്ലേ. അങ്ങനെയല്ലേ പുള്ളി ചെയ്തത്. പുള്ളി ഇങ്ങ് വരുന്നുമല്ല, പുള്ളി ഞാൻ കയറ്റി വിടുകയും ചെയ്ത്. പുള്ളി ഇപ്പൊ വരുന്നുമില്ലല്ലോ, നമ്മളെ ഇതാക്കാൻ വേണ്ടി നിൽക്കുമല്ലേ. അതിപ്പം അതിനാ കേസ് കൊടുത്തേക്കുന്ന. കേസ് കൊടുത്തിപ്പം പോലീസുകാരും വെളുപ്പിക്കും. അല്ലാതെ ഇപ്പൊ ഒന്നും ചെയ്യാൻ, പുള്ളി വരാതെ നമുക്ക് ഇപ്പൊ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അടുത്ത മാസം അടുത്തത് വെച്ചേക്കുന്നേ. അതിപ്പോ പുതിയ കേസ് ആകുമ്പോ വെച്ച് നീട്ടിയേ വെക്കുള്ളെന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഇപ്പൊ നടക്കുന്നേ. അല്ലാതെ നമുക്കിപ്പം പോലീസുകാർ ഇടപെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടിയല്ലോ. നമ്മളിപ്പം കോടതി വഴി പോയാൽ നമുക്ക് അതിന്റെ എന്തേലും കിട്ടുള്ളൂ. കോടതിയിലേക്ക് കൊടുത്താ? അത് കൊടുത്തു. അല്ലാതെ നമുക്ക് കിട്ടുമോ? അപ്പൊ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാ?
അത് ഇപ്പൊ തൽക്കാലത്തേക്ക് പെട്ടെന്നൊന്നും കിട്ടുമെന്നില്ലല്ലോ, ഡൈവോഴ്സ് ആയി കിട്ടുമെന്നില്ലല്ലോ. ആ നാളെ ഇപ്പൊ ഒരു SBIയുടെ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്, ലൈഫ് ഇൻഷുറൻസ്. അതാണേലും പുള്ളിയുടെ പേരിൽ, എന്റെ പേരിൽ തുടങ്ങിയിരിക്കുന്നത്. പുള്ളി ഇപ്പൊ അടയ്ക്കുന്നില്ല, ആ പുള്ളി മാറ്റി കൊടുക്കുവാണെങ്കിൽ പുള്ളി അടയ്ക്കാന്ന് പറഞ്ഞു. ആണോ? അതങ്ങനെ ഇട്ടേക്കുക. ശോ. എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ അത് തോമസേനോടൊന്ന് വിളിച്ചു ചോദിക്കട്ടെ എന്നാ ചെയ്യുന്നുള്ളത്. തോമസ് ചേട്ടനൊന്ന് വിളിച്ചു പറ. ഇവര് തമ്മിലുള്ള ഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനകത്തിലെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം. അപ്പോൾ ഇവര് കൃത്യമായ രീതിയിൽ ആ ലോണ് അടയ്ക്കാത്തത് കൊണ്ടാണ് ഈ ബാധ്യത മുഴുവനും ഈ ഷൈനിയുടെ മുകളിലേക്ക് വന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഷൈനി ഇങ്ങനെ സ്വയം ജീവൻ എടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തതിനകത്ത് ഒരു മുഖ്യ കാരണം ഇതായിരുന്നു എന്നുള്ളതാണ് ആദ്യം മുതലേ ഉയർന്നു വന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. ഈ ഒരു ന്യൂസ് ആദ്യം മുതൽക്ക് തന്നെ കേൾക്കുന്ന ആളുകൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണം സംബന്ധിച്ച് ഭർത്താവായ നൂബിയെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ ജയിലിലാക്കുകയും ചെയ്തു. അപ്പോൾ അവരുടൻ തന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് മാധ്യമങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് കോടതിയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ തെളിവ് ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ നോബിക്കെതിരെയും നോബിയുടെ കുടുംബത്തിനെതിരെയൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആരോപണങ്ങളൊക്കെ ഈ കോടതിയെ തെളിയിച്ചാൽ മാത്രമേ ഈ നോബിക്ക് ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എല്ലാ ആളുകളും, അതായത് ഈ ഒരു മരണം കേൾക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വാർത്തകൾ കേൾക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ ആളുകളുടെയും മനസ്സിലുള്ള വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ആഗ്രഹം മാത്രമല്ല ആവശ്യം എന്ന് പറയുന്നത് ഈ നോബിക്ക് കൃത്യമായുള്ള ശിക്ഷ ലഭിക്കണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയും ആരോപണമായിട്ട് ഉയർന്നു നിൽക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ഇത് കൃത്യമായ രീതിയിൽ കോടതി തെളിയിക്കണമെന്നുണ്ടെങ്കിൽ തെളിവുകളൊക്കെ ഹാജരാക്കിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യധാര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷൈനിയുടെ ഫോണ് കാണാനില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ മാധ്യമങ്ങളൊക്കെ ആദ്യ സമയത്ത് ഈ ഷൈനിയുടെ വീട്ടിൽ ചെന്ന് ഈ അപ്പനോടും അമ്മയോടൊക്കെ ഈ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയൊക്കെ ഫോട്ടോ ആവശ്യപ്പെടുന്ന സമയത്ത് ഇത് ഷൈനിയുടെ മൊബൈലിലാണ് ഉള്ളത്, ആ മൊബൈൽ ഇപ്പോൾ ലോക്ക് ആണെന്ന് ആണ് ഈ ന്യൂസുകാരെയൊക്കെ ഇവർ അറിയിച്ചത്. പിന്നീട് പോലീസ് ഈ ഒരു ഫോൺ അന്വേഷിച്ച് വന്നതിനെ തുടർന്ന് അവിടെ ശക്തമായ രീതിയിലുള്ള അന്വേഷണം നടത്തി. അതായത് ഈ ഷൈനി മരിച്ച റെയിൽവേ ട്രാക്കിലും പരിസര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഷൈനിയുടെ വീട്ടിലൊക്കെ അവർ അരിച്ചു പറക്കിയെങ്കിലും ആ ഫോൺ കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചില്ല. പിന്നീട് കഴിഞ്ഞ ദിവസമാണ് ഇത് കണ്ടെത്തുന്നത്. അപ്പോൾ ഇതിനകത്തില് അടിമുടി ഒരുപാട് ദുരൂഹതകളുണ്ട്. പല ആളുകളും അത്തരത്തിലുള്ള ദുരൂഹത പറയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മരണം കഴിഞ്ഞ് കുറെ ദിവസങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇതിന്റെ ചില തെളിവുകളൊക്കെ, ഇതുപോലുള്ള വോയിസ് ക്ലിപ്പുകളൊക്കെ ഓരോ ദിവസവും ഓരോരുത്തർ പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ ഷൈനി മറ്റുള്ള ആളുകളെ വിളിച്ച് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്ന വോയിസ് ക്ലിപ്പുകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നോബി ഇപ്പോൾ ജയിലിലാണ് ഉള്ളതെങ്കിലും ജാമ്യാപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് കൃത്യമായി പോലീസ് തെളിവുകൾ ഹാജരാക്കിയെങ്കിൽ മാത്രമേ ജാമ്യം നിഷേധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകത്തുള്ളൂ. മുന്നോട്ട് ഈ കേസ് പോകുന്ന സമയത്ത് ഇവിടുത്തെ പൊതുജനം ആഗ്രഹിച്ച മാതിരി കൃത്യമായ രീതിയിലുള്ള ശിക്ഷ നോബിക്ക് ലഭിക്കത്തുള്ളൂ. ഇവിടെ പോലീസിന്റെ മുന്നിൽ വലിയ വെല്ലുവിളിയാണ് ഉള്ളത്. അതായത് ഈ ഷൈനിയും കുഞ്ഞുങ്ങളും ഇങ്ങനെ സ്വയം ജീവൻ ഒടുക്കുന്ന ആ ദിവസങ്ങൾക്ക് തൊട്ട് മുന്നുള്ള ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കത്തുള്ളൂ. അല്ലാതുള്ള തെളിവുകളുമുണ്ട്. ഇതുപോലെ ഗാർഹിക പീഡനത്തിന് ഇതിനു മുന്നേ ഷൈനി ഈ ഭർത്താവിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അത് 9 മാസങ്ങൾക്ക് മുൻപാണ്. 9 മാസത്തിന് മുന്നാണ് ഷൈനി സ്വന്തം വീട്ടിലേക്ക് ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും മടങ്ങിയെത്തിയത്. അതിനുശേഷം ഭർത്താവുമായിട്ട് ഇങ്ങനെ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടായ സംഭവങ്ങൾ ഇങ്ങനെ സംസാരം വഴിയാണ് ഇവര് പല സമയങ്ങളിൽ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതിനൊക്കെയും തെളിവുകൾ ഹാജരാക്കണം. അതില് തെളിവായിട്ട് ഇപ്പോൾ പോലീസിന്റെ മുന്നിലുള്ളത് ഇപ്പോൾ ഈ നോബിയുടെ ഫോണാണ്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി അവിടെ ഹാജരാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഷൈനിയുടെ മൊബൈലും വീണ്ടെടുത്തതിന് ശേഷം ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ തലേന്ന്, അതായത് ഈ മരണത്തിന് തലേന്ന് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ ഷൈനിയുടെ ഫാദർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ഇവരെന്താണ് സംസാരിച്ചത്, അല്ലെങ്കിൽ വാട്സപ്പ് വഴി എന്തെങ്കിലും വോയിസ് ക്ലിപ്പുകളുണ്ടോ, ആ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പരിശോധിച്ച് നോബിക്കെതിരെ ശക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാക്കി കോടതിയിൽ സമർപ്പിച്ചെങ്കിൽ മാത്രമേ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൊതുജനം ആഗ്രഹിച്ച പ്രകാരം നോബിക്ക് കൃത്യമായ രീതിയിൽ ശിക്ഷ ലഭിക്കത്തുള്ളൂ. കോടതിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് അവിടെ മനുഷ്യന്റെ വൈകാരികമായിട്ടുള്ള ഒരു ഇടപെടലിനും ഒരു പ്രാധാന്യവുമില്ല. അവിടെ ഒരു കുറ്റവാളിയെ ഹാജരാക്കി കഴിഞ്ഞാൽ ആ കുറ്റവാളിക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കിയെങ്കിൽ മാത്രമേ ആ കുറ്റവാളിയെ ശിക്ഷിക്കത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള ഒരുപാട് കേസുകളിൽ കൃത്യമായ രീതിയിൽ തെളിവുകൾ പോലീസുകാർക്ക് ഹാജരാക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ട് പുറത്തു പോയിട്ടുണ്ട്.
അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പൊതുജനത്തിന്റെ എല്ലാം ആവശ്യം. അപ്പോൾ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ആരോപണം നേരിടുന്ന എല്ലാ ആളുകൾക്കെതിരെയും കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസുകാർ ഹാജരാക്കി അവർക്കൊക്കെയും കൃത്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ നടക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.